നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിനെ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അതായത് ഇപ്പോൾ ഞാനിവിടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഇപ്പോൾ കാണാം. സോ ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഇതിനെ കസ്റ്റമൈസ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഇതിൻ്റെ ഹെഡർ സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുഡർ സെക്ഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഹെഡറും ഫുഡറും ഉള്ള സെക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിനിടയ്ക്കത്തെ ഈ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എലമെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ്. അതൊരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് എലമെൻറ്റർ യൂസ് ചെയ്ത് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ നിങ്ങൾ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി പഠിക്കാവുന്നതാണ്. സോ ഇനി ഇതെങ്ങനെയാണ് ഇത് കസ്റ്റമൈസ് ചെയ്യുന്നതാണ് നോക്കുന്നത്. സോ എലമെൻറ്റർ യൂസ് ചെയ്ത് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു കണ്ടൻസുകൾ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റൂ. ഇതിൻ്റെ ടോപ്പ് അതുപോലെ തന്നെ അതായത് ഹെഡർ അതുപോലെ തന്നെ ഫുഡർ ഒന്നും നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ എങ്ങനെയാണത് കസ്റ്റമൈസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിൽ വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡിൽ വരിക. അവിടെ വന്നതിന് ശേഷം അപ്പിയറൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പിയറൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കസ്റ്റമൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. സോ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മളൊരു വെബ്സൈറ്റിൻ്റെ ടോപ്പ് അതായത് ഹെഡർ അതുപോലെ തന്നെ ഫുഡർ സെക്ഷനൊക്കെ അത് കസ്റ്റമൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഹെഡർ എന്ന് പറയുന്നത് ഇതാണ്, അതായത് ലോഗോ, പിന്നെ ഏതൊക്കെ പേജസ് ആണ് കാണിക്കുന്നത്, പിന്നെ ഒരു ബട്ടണാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ പേജസ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് കസ്റ്റമൈസിൽ വരിക. കസ്റ്റമൈസിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഗ്ലോബൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഗ്ലോബൽ എന്ന് പറയുന്നതിനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കംപ്ലീറ്റ് കളർ അതുപോലെ ടൈപ്പോഗ്രഫി, അതായത് ഏത് ഫോണ്ട് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ചെയ്യാൻ പോകുന്നത് ഹെഡറാണ്, അതായത് ഹെഡർ സെഷനാണ്. നമ്മൾ എങ്ങനെ അത് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, അതായത് എങ്ങനെ അത് കസ്റ്റമൈസ് ചെയ്യാമെന്ന് നോക്കാം. ഹെഡർ ബിൽഡറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സൈറ്റിൻ്റെ ടൈറ്റിൽ, ലോഗോ, ബട്ടൺ, പ്രൈമറി മെനു ഇതൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എനിക്ക് താഴെയായിട്ട് ബോട്ടത്തിൽ ഇവിടെ എനിക്ക് അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ വരും. സോ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. സോ സൈറ്റ് ടൈറ്റിൽ ആൻഡ് ലോഗോയിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ടൈറ്റിലും അതുപോലെ ലോഗോയും എനിക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൈമറി മെനു, അതായത് ഈ പ്രൈമറി മെനുവിൻ്റെ ഏത് മെനു ആണ് അവിടെ വെക്കേണ്ടത്, അതിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ വിസിബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡിസൈനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അതുപോലെ തന്നെ ബട്ടൺ ഉണ്ട് ഇവിടെ ടോപ്പിൽ. ആ ബട്ടൺ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇതാണ് ഇവിടെ നമുക്ക് ഈ ബട്ടൺ കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എങ്ങോട്ടാണ് അത് പോകേണ്ടത്, അതായത് യൂസർ വന്ന ബട്ടൻ്റെ സ്റ്റാർട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏത് പേജിലേക്ക് പോകണമെന്നൊക്കെ നമുക്ക് ഇവിടുന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി ടെസ്റ്റിൻ്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബട്ടൻ്റെ പേര് ഇവിടെ നെയിം അവിടെ ചേഞ്ച് ചെയ്ത് വരുന്നതാണ്. സോ വീണ്ടും ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ബ്രെഡ് ക്രംബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു യൂസർ ഹോം ഓൾ കോഴ്സ് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പേജസ് ഉണ്ട്. ഏതെങ്കിലും ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ആ ഒരു പേജിൻ്റെ നെയിം ഇവിടെ കാണിച്ചു തരും. സോ അതുപോലെ തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫുഡറാണ്. അതായത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഫുഡറിൽ കുറേ ഒരു കോപ്പി റൈറ്റിംഗ് പറഞ്ഞ ഒരു സെൻറ്റൻസ് ഇവിടെ നമ്മൾ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സോഷ്യൽ മീഡിയ ഐക്കൺസ് വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഫുഡർ ബിൽഡർ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടുന്ന് കോപ്പി റൈറ്റ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് നമുക്ക് വേണ്ട എലമെൻറ്റ്സ് എല്ലാം നമുക്ക് ഇവിടുന്ന് പിക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫുഡറിലാണ് നിൽക്കുന്നത്, അതായത് ഒരു വെബ്സൈറ്റിൻ്റെ ഏറ്റവും ബോട്ടം ആ ഒരു ഭാഗം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇങ്ങോട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടുന്ന് പല ടൈപ്പിലുള്ള ഫുഡർ മെനു, വിഡ്ജറ്റുകൾ ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു വെബ്സൈറ്റിൻ്റെ ഹെഡർ ഫുഡർ സെക്ഷനൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ നേരത്തെ വീഡിയോസ്, അത് എലമെൻറ്ററി യൂസ് ചെയ്തുകൊണ്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൻ്റെ കസ്റ്റമൈസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ആദ്യം ആ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് നോക്കാതിന് ശേഷം ഈ വീഡിയോ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ താങ്ക് യു.